ലോക പോലീസായ അമേരിക്കയുടെ തലപ്പത്ത് ഇന്നുള്ളത് ട്രംപാണ്. ഒരു ദിവസം നേരം വെളുത്ത് പല്ലു തേക്കുന്നതിനിടയിൽ ട്രംപിന് എന്ത് തോന്നുന്നുവോ അതാണ് പലപ്പോഴും ട്രംപ് അമേരിക്കയിൽ ചെയ്തു കൂട്ടാറുള്ളത്. എന്നാൽ ഇനി അങ്ങനെ തോന്നിയത് ചെയ്തു കൂട്ടാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല എന്നും ഒരിക്കൽ ചെവിയിലൂടെ തറച്ചുപോയ ബുള്ളറ്റ് ഓർമ്മയില്ലേ എന്നുമാണ് ഇറാൻ ട്രംപിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത്. അതായത് ഒന്നും നോക്കില്ല, ട്രംപിനെ കൊന്നു കളയും എന്ന ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ മുഴക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇപ്പോൾ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു. കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം വ്യക്തിപരമായ പകപോക്കലുകളിലേക്കും വധഭീഷണികളിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന ഇറാന്റെ പരസ്യമായ മുന്നറിയിപ്പ് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഇറാനെ ഇത്ര അധികം പ്രകോപിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെ ഭയപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നത്. 2024 ജൂലൈയിൽ പെൻസിൽവാനിയയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇറാനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തവണ വെടിയുണ്ട ലക്ഷ്യം തെറ്റില്ല എന്ന ഇറാന്റെ സന്ദേശം ലളിതമല്ല. തങ്ങളുടെ മണ്ണിൽ അമേരിക്ക എന്തെങ്കിലും ഒരു തരത്തിൽ സൈനിക നീക്കം നടത്തിയാൽ അതിന്റെ ആദ്യത്തെ ഇര ട്രംപ് ആയിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു നീക്കമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ട്രംപിന്റെ സംരക്ഷണം ഇപ്പോൾ വൈറ്റ് ഹൗസിന് ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ഇറാൻ ഇത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കാരണം എന്താണ്? ഉത്തരം മോസ്കോയിലുണ്ട്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു. റഷ്യയുടെ പക്കലുള്ള അത്യാധുനിക സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഇന്റലിജൻസ് വിവരങ്ങളും ഇപ്പോൾ ഇറാന് ലഭ്യമാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും സൈനിക താവളങ്ങളിലെ നീക്കങ്ങൾ എന്താണെന്നും നിമിഷനേരം കൊണ്ട് മനസ്സിലാക്കാൻ ഇറാന് സാധിക്കുന്നു. ഇതിനു പുറമെ റഷ്യയുടെ പക്കൽ നിന്നുമുള്ള സൂപ്പർസോണിക് മിസൈലുകളും ഡ്രോണുകളും ഇറാന്റെ ആയുധപ്പുരയ്ക്ക് കരുത്തുകൂട്ടുന്നു. ഇത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ സൈനിക രഹസ്യങ്ങൾ ഇറാന്റെ കൈകളിൽ എത്തുന്നതിനെ പ്രതിരോധിക്കാൻ പെന്റഗൺ പെടാപ്പാടുപെടുകയാണ്. ഇറാനെതിരെ ഒരു വ്യോമാക്രമണം നടത്തുവാൻ അമേരിക്ക പദ്ധതിയിട്ടിരുന്നു എങ്കിലും അത് നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് വിട്ടു നൽകില്ല എന്ന കടുത്ത നിലപാടും സ്വീകരിച്ചു. മേഖലയിൽ മറ്റൊരു യുദ്ധമുണ്ടായാൽ അത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും തകർക്കുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഇതോടെ പശ്ചിമേഷ്യയിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാനെതിരെയുള്ള ആക്രമണ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി പിന്മാറാൻ അമേരിക്ക തീരുമാനിക്കുന്നത്. സൈനിക നീക്കങ്ങൾക്ക് പുറമെ മറ്റൊരു ഭീഷണി കൂടി ഇറാൻ ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ആഗോള ബിസിനസ് സാമ്രാജ്യങ്ങളെ തകർക്കുവാൻ ഇറാന്റെ പിന്തുണയുള്ള വിവിധ ഗ്രൂപ്പുകൾ തയ്യാറെടുക്കുന്നതായിട്ടാണ് വിവരം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ട്രംപ് ടവറുകൾക്കും ഹോട്ടലുകൾക്കും നേരെ ആക്രമണം ഉണ്ടായാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെയും പ്രതിച്ഛായയും ഗുരുതരമായി ബാധിക്കും. വ്യക്തിപരമായ ഒരു പോരാട്ടമായി ഇതിനെ മാറ്റുന്നതിലൂടെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാന്റെ ശ്രമം. വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന ഈ യുദ്ധം ആയുധങ്ങളിലേക്ക് മാറാൻ അധികം സമയം വേണ്ടിവരില്ല. ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും സൈനിക നീക്കങ്ങൾ പുനഃപരിശോധിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ അമേരിക്ക. എന്നാൽ റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ഉയർത്തുന്ന ഈ വെല്ലുവിളി വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.